ഹലോ ഫ്രണ്ട്സ്, പാചകം അറിയാത്ത ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പാചക വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. ഇതെൻ്റെ സമയം പോകാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിന്ന് കുറച്ച് ഫ്രോസൺ മാംഗോ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളെടുത്ത് മാങ്ങ മപ്പാസ് വയ്ക്കാൻ തീരുമാനിച്ചു. എനിക്കറിയുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുകും ഉലുവയും അതിലേക്ക് ഇട്ടു. അതിനുശേഷം അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം ഒരു സവാളയുടെ ഹാഫ് എടുത്ത് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അത് അതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ഉപ്പൊക്കെ ചേർത്ത് അതും ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് കായപ്പൊടി ആഡ് ചെയ്തു. കായം ഇതിന് നല്ല ഒരു സ്മെല്ലും ഇതൊക്കെ തരുന്നതാണ്. അപ്പോൾ ഞാൻ കായം ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ഇതിലേക്കിട്ടു. എന്നിട്ട് അത് ഇളക്കി. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ചേർത്ത്, കുറച്ച് വെള്ളമാണ് ചേർത്തിട്ടുള്ളൂ, അത്രയും ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തു. അധികം വെള്ളമൊന്നും ആവശ്യമില്ല. എന്നിട്ടൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചു. അധികം നേരമൊന്നും ഇത് വേവേണ്ട, മാങ്ങ പെട്ടെന്ന് വേവും. ഇത് വെന്ത ശേഷം ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ തേങ്ങാപ്പാൽ, അതിൻ്റെ 2ാം പാൽ ആദ്യം ഒഴിച്ചു. എന്നിട്ട് ഇത് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് 1ാം പാലും കൂടി ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ 2ാം പാലും ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന വരെ ചൂടാക്കി എന്നൊക്കെ മിക്സ് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ മാങ്ങ മപ്പാസ്. ചില സ്ഥലത്തൊക്കെ ഇതിലേക്ക് ചിക്കൻ മസാലയുടെ ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി അതിങ്ങനെ ചെറുതായിട്ടൊന്ന് വിതറുന്നതൊക്കെ കാണാം. അതെനിക്ക് ശരിക്കും ഉറപ്പൊന്നുമില്ല, അത് കാരണം ഞാനത് ചെയ്തില്ല. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു, ഉപ്പ് ഇത്തിരിയും കൂടെ ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.